അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധം മാത്രമല്ല മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ പൊരിയ വെയിലത്താണ് ഈ സഹോദരിമാർ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കേരളത്തിലാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടണം. ഗവൺമെന്റ് ഒളിച്ചൊളിക്കരുത്. ലേബർ കോഡിന്റെ ചട്ടങ്ങൾ നടപ്പിലാക്കപ്പെടാത്ത സംസ്ഥാനമാണിത്. അപ്പോൾ ലേബർ കോഡിന്റെ ഏതെങ്കിലും ഒരു സെക്ഷന്റെ മറവിൽ തൊഴിലാളിയെ അടിമയാക്കി മാറ്റാൻ കോർപ്പറേറ്റുകൾ പരിശ്രമിച്ചാൽ അതിനെതിരായി സമരം ഉയരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2 ദിവസക്കാലം മുമ്പ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നടന്ന ചർച്ചയിൽ ഈ ഓഫീസിലേക്കുള്ള പ്രവേശനം തടയില്ല എന്നും അവരുടെ വർക്ക് സ്പേസിലേക്കുള്ള പ്രവേശനം തടയില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അവരുടെ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ചർച്ചയിലിരിക്കുകയാണ്. ആ ചർച്ചയിലിരിക്കുമ്പോൾ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, തൊഴിലാളി ചൂഷണമാണ്. തൊഴിലാളികൾ അകത്ത് കയറാനുള്ള അവകാശം അവരുടേതാണ്, അവരുടെ പണിയെടുക്കാനുള്ള പ്രൊമിസസിൽ കയറാനുള്ള അവകാശം അവർക്കുണ്ട്. അത് തടയുകയാണ്. ഞങ്ങളിവിടെ മറ്റ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്, അവരെയൊന്നും തടഞ്ഞിട്ടില്ല. ഈ കമ്പനിയുടെ ചില ഉദ്യോഗസ്ഥന്മാർ അകത്ത് കയറിയിട്ടുണ്ട്, അവരെ ഞങ്ങൾ തടഞ്ഞിട്ടില്ല. അപ്പോൾ സമാധാനപൂർണ്ണമായൊരു സമരമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ തൊഴിലാളികളെ ഇങ്ങനെ, ജീവനക്കാരെയും ഇങ്ങനെ വലിയ വെയിലത്ത്, പൊരുവെയിലത്ത് ഇങ്ങനെ നിർത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അത് ഗവൺമെൻറ് ഇടപെടണം, ഈ കാര്യത്തിൽ ഇടപെടണം. തൊഴിലാളി അകത്ത് കയറാൻ, ജീവനക്കാരനെ അകത്ത് കയറാൻ തയ്യാറാണ് എങ്കിൽ അതിന് AITUC നേതൃത്വം കൊടുക്കും.